നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ കേരളത്തിന് ഏറ്റവും ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പോർട്ട്. പക്ഷേ ആ പോർട്ടിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. വലിയ അഴിമതികളാണ് അവിടെ നടക്കുന്നത്. വലിയ തിരിമറികൾ നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ പല ആളുകളെയും പറ്റിക്കുന്ന തരത്തിലാണ് അവിടെ ചില നീക്കുപോക്കുകൾ നടക്കുന്നത് എന്നുള്ള സൂചനകൾ. പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുമ്പോഴും ഇവിടെ പറ്റിക്കപ്പെടുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ഭരണപക്ഷം ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടുന്ന കേരളീയരാണ് എന്നുള്ള വസ്തുത പലരും മറക്കുന്നു. ഒരു കാര്യം അറിയാമോ? കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ പോലും അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് പോലും തിരിച്ചടിയാകുന്ന രീതിയിലാണ് ഈ ഒരൊറ്റ സ്ഥലത്തിന്റെ പേരിൽ, ഈ ഒരൊറ്റ പോർട്ടിന്റെ പേരിൽ അദാനി ഗ്രൂപ്പ് കൈവശപ്പെടുത്തുന്നത്. സർക്കാർ ചിലവിൽ കോടികൾ സമ്പാദിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി, അതാണ് അദാനി ഗ്രൂപ്പ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മലയാളികൾ അത്രമാത്രം ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷേ നമ്മളെപ്പോലും വളരെ ഗുരുതരമായിട്ട് ബാധിക്കാവുന്ന ഒരു വിഷയമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. എന്തുകൊണ്ടാണ് MSC ഗ്രൂപ്പ് ഇത്രയും വലിയ തുക മുടക്കി വിഴിഞ്ഞത്ത് 49% ഓഹരികൾ സ്വന്തമാക്കാൻ തിടുക്കം കൂട്ടുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? സർക്കാരിന് ഈ ഒരു അദാനി ഗ്രൂപ്പുമായിട്ട്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന് ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ലാഭം എന്താണ്? എത്ര രൂപ നഷ്ടമുണ്ട്? കണക്ക് കൂട്ടിയിട്ടുണ്ടോ? അദാനിയുടെ കൊള്ള ലാഭം എന്ന് പറയുന്നത് സർക്കാർ മുതലിൽ നിന്നാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള മലയാളികളുടെ പണം. അമ്പരപ്പിക്കുന്ന സാമ്പത്തിക കണക്കുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദാനി കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വിസ് കമ്പനിയായ MSC ഗ്രൂപ്പിന് വിൽക്കാനുള്ള അദാനി പോർട്ടിന്റെ തീരുമാനം കേവലം ഒരു വാണിജ്യ ഇടപാടല്ല എന്ന് ചുരുക്കം. മറിച്ച് അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു തുറമുഖം വിദേശ കുത്തകകളുടെ കൈകളിലേക്ക് മാറുന്നതിന്റെ അപകടകരമായിട്ടുള്ള സൂചനയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് മലയാളികൾ ഉൾപ്പെടെ മനസ്സിലാക്കുക. കരാർ ലംഘനം എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾക്കപ്പുറത്തേക്ക് വിഴിഞ്ഞത്തെ ഈ ഒരു ഇടപാടിൽ ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക കണക്കുകൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആഗോള ഷിപ്പിംഗ് ലോകത്തെ ചില അപൂർവ വസ്തുതകളും പരിശോധിക്കുമ്പോഴാണ് അദാനി ഗ്രൂപ്പ് നടത്തിയ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കത്തിന്റെ ആഴം നമുക്ക് വ്യക്തമാക്കുക. പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പദ്ധതിയിലൂടെ സ്വകാര്യ കമ്പനി എങ്ങനെയാണ് ഇത്ര വലിയ നേട്ടം കൈക്കൊള്ളുന്നത്? വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധനവ് കേരളത്തിന്റെ സർക്കാരിന്റെ പണത്തിൽ നിന്ന് നേടിയെടുത്തിരിക്കുകയാണ് ഈ കമ്പനി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ, അദാനി കമ്പനിയുടെ അണിയറ രഹസ്യങ്ങൾ കൂടി മനസ്സിലാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ലാഭം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും സർക്കാർ മുതലിലാണ് അദാനിയുടെ ലക്ഷ്യം. സർക്കാർ മുതലിൽ നിന്നുള്ള കൊള്ള ലാഭമാണ് അദാനിയുടെ സക്സസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. അമ്പരപ്പിക്കുന്ന സാമ്പത്തിക കണക്കുകളാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം മുതൽ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന സമയം, ആ സമയത്ത് അദാനി ഗ്രൂപ്പ് സ്വന്തം നിലയിൽ മുടക്കിയത് 2454 കോടി രൂപ മാത്രമാണ്. പക്ഷേ കേരളമോ സർക്കാരോ 5595 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വയലബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് 817 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി വേറെയും ചെലവഴിച്ചു. അതായത് തുറമുഖത്തിന്റെ ചെലവേറിയിട്ടുള്ള പുലിമുട്ട് നിർമ്മാണവും ഭൂമി ഏറ്റെടുക്കലും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് പൂർണ്ണമായും സർക്കാരിന്റെ പണം ഉപയോഗിച്ച്. പക്ഷേ പ്രവർത്തനം ആരംഭിച്ച് 2ാമത്തെ വർഷം തന്നെ തങ്ങളുടെ കൈവശമുള്ള ഓഹരികളിൽ നിന്ന് 49% വിറ്റഴിക്കുമ്പോൾ അദാനി ഗ്രൂപ്പ് ഇവിടെ നേടുന്നത് $1397 മില്യൺ, അതായത് ഏകദേശം 13,000 കോടിയിലധികം രൂപ. ഇതൊക്കെ സർക്കാരിലേക്ക് വരേണ്ടുന്ന പണമാണ്. പക്ഷെ അത്
അദാനിയുടെ മിടുക്ക് കാരണം അല്ലെങ്കിൽ അദാനിയുടെ കുബുദ്ധി കാരണം അദാനി കൈവശപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ സർക്കാരിനെ പറ്റിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന രീതി. എന്തായാലും സ്വന്തം നിലയിൽ മുടക്കിയ തുകയുടെ 5 ഇരട്ടിയിലധികം തുകയാണ് കേവലം പകുതിയിൽ താഴെ ഓഹരികൾ വിൽക്കുന്നതിലൂടെ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ സ്വന്തമാക്കാൻ പോകുന്നത്. സർക്കാർ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്തിയുടെ മൂല്യവർദ്ധനവ് പൂർണ്ണമായും ഒരു സ്വകാര്യ കമ്പനിയുടെ പോക്കറ്റിലേക്ക് മാത്രം എത്തുന്നു എന്ന് ചുരുക്കി പറയാം. എന്തായാലും ഇത് വലിയ വീഴ്ചകളാണ് സർക്കാരിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ. കോമൺ യൂസർ നയത്തെ തകർക്കുന്ന ലംബാമന സംയോജനം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ടെർമിനൽ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ ഉപകമ്പനിയായ മുണ്ടി ലിമിറ്റഡ് ആണ് വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്താൻ തീരുമാനിക്കുന്നത്. ഇവിടെയാണ് സമുദ്ര വാണിജ്യ രംഗത്തെ ലംബാമന സംയോജനം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന വലിയ ഭീഷണി എന്താണ് എന്ന് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു തുറമുഖം എല്ലാ കപ്പൽ കമ്പനികൾക്കും തുല്യ പരിഗണന നൽകുന്ന കോമൺ യൂസർ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് കരാർ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈൻ ഒരു തുറമുഖത്തിന്റെ 49% ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയാണെങ്കിൽ ആ തുറമുഖം ക്രമേണ അവരുടെ സ്വന്തം കപ്പലുകൾക്ക് മാത്രം മുൻഗണന നൽകുന്ന ഒരു താവളമായിട്ട് മാറും. ബർത്ത് അലോക്കേഷനിലും ക്രെയിൻ പ്രവർത്തനങ്ങളിലും തങ്ങളുടെ കപ്പലുകൾക്ക് രഹസ്യ മുൻഗണന നൽകാൻ MSCക്ക് ഇതുവഴി സാധിക്കും എന്നതിനാൽ ലോകത്തെ മറ്റ് പ്രമുഖ കപ്പൽ കമ്പനികളായ മൊയ്സൈക്ക്, CGM എന്നിവർ വിഴിഞ്ഞത്തേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും. അത് മുഖാന്തരം വലിയ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകും. ഇത് വിഴിഞ്ഞത്തെ ഒരു സ്വതന്ത്ര ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ നിന്ന് മാറ്റി MSC ഗ്രൂപ്പിന്റെ മാത്രം സ്വകാര്യ ഹബ്ബായി ചുരുക്കി പോകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടമായിട്ട് കാര്യം. കരാറിലെ പൊതു താല്പര്യം എന്ന അവ്യക്തതയും നിയമക്കുരുക്കും 2015 ഒപ്പുവച്ച കൺസെഷൻ കരാറിലെ ചില അവ്യക്തതകളും ഇപ്പോൾ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ രക്ഷാകവചമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കരാറ് പ്രകാരം 25% ഓഹരികൾ കൈമാറ്റം ചെയ്യുമ്പോൾ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്നത് നിർബന്ധമാണ്. എന്നാൽ ഇതിനായി കരാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദേശീയ സുരക്ഷയും പൊതു താല്പര്യവും എന്നുള്ളതാണ്. അതിനുവേണ്ടി അനുമതി നൽകണം എന്നുള്ളതാണ്. കരാറിൽ എവിടെയും എന്താണ് പൊതു താല്പര്യം എന്ന് കൃത്യമായി നിർവചിച്ചിട്ട് പോലുമില്ല. ഈ നിയമപരമായ പഴുതുപയോഗിച്ചാണ് സെബിയെ അറിയിച്ച ശേഷം മാത്രം സർക്കാരിനെ അറിയിക്കാം എന്ന നിലപാട് അദാനി ഗ്രൂപ്പ് സ്വീകരിക്കുന്നത്. സർക്കാർ ഈ ഇടപാട് തടസ്സപ്പെടുത്തിയതിനാൽ പൊതു താല്പര്യം എന്താണെന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതായി മാറിയിരിക്കുകയാണ്. ഇത് ഡൽഹിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന്റെ കീഴിലുള്ള നീണ്ട ആർബിട്രേഷൻ നടപടികളിലേക്ക് നയിക്കാനും തുറമുഖത്തിന്റെ ഭാവി വികസനത്തെ വർഷങ്ങളോളം തടസ്സപ്പെടുത്താനും കാരണമായേക്കും. കൊളംബോയെ വീഴ്ത്താനുള്ള MSCയുടെ അണിയറ നീക്കമാണ് ഇത് എന്നും പറയുന്നവരുണ്ട്. എന്തുകൊണ്ട് MSC ഗ്രൂപ്പ് ഇത്രയും വലിയ തുക മുടക്കി വിഴിഞ്ഞത്ത് 49% ഓഹരികൾ സ്വന്തമാക്കാൻ തിടുക്കം കാട്ടുന്നു എന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നതാണ് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഒരു വലിയ അന്താരാഷ്ട്ര വാണിജ്യ രഹസ്യമാണ് ഇത്തരത്തിൽ MSCയുമായി ബന്ധപ്പെട്ട് ഒളിഞ്ഞു നിൽക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയുടെ 75% കൈകാര്യം ചെയ്യുന്നത് കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തായി കൊളംബോ തുറമുഖം കടുത്ത പ്രവർത്തന തടസ്സങ്ങളും രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം ഇന്ത്യയിലെ ക്യാബോട്ടേജ് നിയമങ്ങളിൽ വന്ന ഇളവുകൾ പ്രയോജനപ്പെടുത്തി കൊളംബോയ്ക്ക് പകരം ഇന്ത്യയുടെ ദക്ഷിണ തീരത്ത് സ്വന്തമായ ഒരു വലിയ ട്രാൻസ്ഷിപ്മെന്റ് സാമ്രാജ്യം സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ MSCയുടെ ലക്ഷ്യമെന്നും പറയാതെ വയ്യ. അദാനി ഗ്രൂപ്പിന്റെ ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിലും തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിലും MSCക്ക് നിലവിൽ പങ്കാളിത്തമുണ്ട്. വിഴിഞ്ഞം കൂടി തങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നതോടെ ഇന്ത്യയിലെ സമുദ്രങ്ങളിലെ ചരക്കു നീക്കത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സ്വിസ് ഭീമന്റെ കൈകളിലെത്തും. ഈ ആഗോള കുത്തകവൽക്കരണമാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയുടെ
പദ്ധതിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നാണ് വളരെ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി ആഗോള ഷിപ്പിംഗ് കമ്പനിയാക്കി കൈമാറുന്ന നീക്കത്തിൽ എന്തായാലും നിലവിൽ പ്രതിപക്ഷമെടുത്ത നിലപാട് അത് കൈയടി നേടാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു വിഷയം എന്ന് പറയുന്നത് VD സർക്കാരിനെതിരെ സംസാരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സംസാരിക്കുമ്പോഴാണ് വിഷയം. പക്ഷേ നമ്മുടെ നാടിനെ രക്ഷിക്കാനാണെങ്കിൽ പിണറായി എടുക്കുന്ന, പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് അത് കൃത്യമാണ് എന്ന് പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ സെബി റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട് എന്നും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തേടണമെന്നുമാണ് ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒത്തുകളികളെ നിയമപരമായും രാഷ്ട്രീയപരമായിട്ടും പ്രതിപക്ഷം നേരിടുമെന്നും പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. സെബി 2015 പ്രകാരം ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണം എന്നും ഇത് സംബന്ധിച്ച എല്ലാ പ്രസക്ത കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ സെബി അധികാരികൾക്ക് മുമ്പാകെ സുതാര്യമായി കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയോ ജാഗ്രത കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പിണറായി ഉന്നയിക്കുന്ന ആക്ഷേപം. സംസ്ഥാന സർക്കാരുമായി അദാനി ഗ്രൂപ്പ് ഒപ്പിട്ട കരാറിലെ ക്ലോസ് 5.3.1 പ്രകാരം ഉടമസ്ഥാവകാശം മാറുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ളതാണ് നിബന്ധന. ഓഹരി കൈമാറുന്ന കാര്യങ്ങളിലും സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അദാനി ഗ്രൂപ്പിന് ഉടമസ്ഥാവകാശം മൊത്തത്തിലോ ഓഹരി കൈമാറ്റത്തിലോ കൈമാറാൻ കഴിയില്ലെന്നാണ് കേസിന്റെ 5.3 പറയുന്നത്. എന്നാൽ സെബിയെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടതായി അറിയിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായിട്ടുള്ള ഒരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിന്റെ ആവശ്യകത തന്നെ പരിശോധിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ഇതെല്ലാം ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ടു പോകുന്നതെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ പ്രസ്തുത നിയമത്തിലെ റെഗുലേഷൻ 30 പ്രകാരവും അനുബന്ധ സർക്കുലർ പ്രകാരവും അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയിട്ടുള്ള അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. മാത്രമല്ല ഇത് കൃത്യവും സുതാര്യവുമായിട്ടുള്ള വെളിപ്പെടുത്തലല്ല. ദേശീയ സുരക്ഷയും പൊതു താല്പര്യവും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്ന് കരാറിൽ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഓഹരി കൈമാറ്റത്തിനായി സെബിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയ കാര്യം പുറത്തു വന്നിട്ടും സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സെബി തീരുമാനം ഏകപക്ഷീയമായി കൈക്കൊള്ളാൻ അവസരം നൽകാതെ സർക്കാരുമായുള്ള കരാറിൽ ഓഹരി കൈമാറ്റത്തിന് മുൻകൂർ അനുമതി ലഭ്യമാകാത്തതും കമ്പനി നടത്തിയ വെളിപ്പെടുത്തൽ പൂർണ്ണമല്ലാത്തതും ഉടൻ തന്നെ അറിയിക്കേണ്ടതായിരുന്നു എന്ന് പ്രതിപക്ഷം പറയുന്നു. ഈ വീഴ്ച മൂലം കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുമെന്നാണ് പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.